അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ 2 വർഷമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഫുട്ടേജൊക്കെ ഓരോ ക്യാമറയിലായിട്ട് അങ്ങ് ആയിപ്പോയി. പിന്നെ എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര സമയമെടുത്തു. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇത് വൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈമിൻ്റെ 3ാമത്തെ എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. ബാക്കിയുള്ള വീഡിയോസ് ഇതിന് മുമ്പുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് ജർമ്മനിയിലുള്ള ഒരു സംഭവം, സെക്കൻഡ് എപ്പിസോഡ് പോളണ്ടാണ്, പിന്നെ തേർഡ് ദുബായ് ആണ്. ദുബായിൽ ഞങ്ങളൊരു കുറേ റിലേറ്റീവ്സ് വന്നപ്പോൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതായത് ബുർജ് ഖലീഫയുടെ മുകളിൽ പോകാനും അണ്ടർ വാട്ടർ സൂവും കൂടെ ഉള്ള ഒരു കോംബോ ടിക്കറ്റ് ആയിരുന്നു. ഇത് വലിയ രസം കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. കാരണം നമ്മളിതിൻ്റെ മുമ്പ് ദുബായ് മാളിൽ പോപ്പ് വയ്ക്കുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് അക്വാറിയം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത്രേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ശരി, ഏതായാലും ഫാമിലി ആയിട്ടല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പം ഞെട്ടിച്ച സാധനമാണിത്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഇട്ടിട്ട് നേരെ പോയപ്പോൾ അവിടെ ഒരു ഡൈനോസർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എസ്കലേറ്ററൊക്കെ കയറി മുകളിൽ പോയി. അപ്പോൾ ഏറ്റവും മുകളിൽ കയറിയപ്പം വേറൊരു മ്യൂസിയം ഇരിക്കുന്നു, ആർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതും ഈ പാക്കേജിൽ കൂടെ ഉണ്ടാവും. പോയി സംസാരിച്ചൊക്കെ നോക്കി. അപ്പോൾ അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ ഈ ബുർജ് ഖലീഫയ്ക്ക് പോകണമെന്നായതുകൊണ്ട് ടൈം എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്ന് ആ സ്ഥലമെത്തി. എമിറേറ്റ്സിൻ്റെ ഷോപ്പിൻ്റെ അടുത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ അവിടെ കയറി. അപ്പോൾ അവിടെ ഒരു കണ്ണാടി പോലെ വെച്ചിട്ടുണ്ട്, അക്വേറിയത്തിൻ്റെ സൈഡ് പോലെ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. ഫസ്റ്റ് ഒരു റൂം ഫുള്ള് സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറേ പ്രസ് ചെയ്യേണ്ടത്, അത് പ്രസ് ചെയ്യപ്പോഴേക്കും അതിലെന്ത് വരുന്നോ അതിൻ്റെ ഒരു ഇമേജ് അതിൽ വരും. എന്നിട്ട് പിന്നെ നമ്മളെടുത്ത ടിക്കറ്റിനെ കാണിച്ചിട്ട് ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു കർഡ് ഗ്ലാസ്, ഒരു ടണൽ പോലെ. അതിൻ്റെ മുകളിൽ മീനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരു വല്ലാത്തൊരു അടിപൊളി സംഭവമാണ്. എന്നിട്ട് പിന്നെ നേരെ നടന്നു പോകുമ്പോഴേക്കും ഇവിടെ ഒരു പിറാനയുടെ സ്ഥലമാണ്. പിറാനയെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് കഴിഞ്ഞ് അങ്ങനെ നടന്ന് പോയി അവിടെ കുറേ സീലൊക്കെ ഇരിപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. ഓരോ സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിട്ട് അവർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ മീനൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ പറ്റുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോ എടുത്തു. റിലേറ്റീവ്സൊക്കെ ഒരു 10 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ദുബായ് കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞവർ. പിന്നെ അങ്ങനെ നടന്ന് പെൻഗ്വിൻ്റെ സ്ഥലത്തെത്തി. പെൻഗ്വിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആദ്യം അവിടെ പോയ ഒരു ബ്ലൂ കളർ ഗ്ലാസ് താഴെ. അത് കഴിഞ്ഞിട്ട് അവിടെ പെൻഗ്വിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കസിനും തിരിച്ചു വന്നു. കാര്യം എന്തോന്ന്, അവിടെ ഒരു സംഭവം നടപ്പുണ്ട്. അതായത് അവിടുത്തെ സ്റ്റാഫ് ടാർഗറ്റ് പോലെ ഒരു ഇത് വെച്ചിരിക്കും. അപ്പോൾ അതിലോട്ട് ഈ മീനുകൾ വെള്ളം ചീറ്റിക്കും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മീനാണ്. അത് അവരെങ്ങനെ ട്രെയിൻ ചെയ്തെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവിടെ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. അവിടെ വന്നിട്ട് അവിടുത്തെ സ്ഥലത്ത് ഒരു സൈഡിൽ ടൈപ്സ് ഓഫ് പെൻഗ്വിൻസൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ്, അതിൻ്റെ അപ്പുറത്ത് പെൻഗ്വിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കും.
പിന്നെ അവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു സംഭവം നടപ്പുണ്ടായിരുന്നത്. സ്കൂബ ഡൈവിങ്ങിന് നമുക്ക് പേ ചെയ്ത് അവിടെ പോകാൻ പറ്റും. ഷാർക്കിന് ഫുഡൊക്കെ കൊടുക്കാനും അങ്ങനത്തെ ഒരു സംഭവമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പോകേണ്ടവർ അങ്ങനെ പോകുന്നുണ്ട്. ഒരു സൈഡിൽ വെറുതെ ഒരു തട്ട് പോലെ ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം പോലെ. അവിടെ നിന്നിട്ട് നമുക്ക് മീനൊക്കെ കാണാൻ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ പെൻഗ്വിനെ കാണാൻ പോകുന്ന സ്ഥലത്ത് തന്നെ 2 സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു റൂമിലോട്ടാണ് പോകുന്നത്. അവിടെ ടൈപ്പ് ഓഫ് ആൽഗെ, അതിൻ്റെ കളേഴ്സ് അതൊക്കെ ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഫൈൻഡിങ് നീമോയിലുള്ള മീനുണ്ടല്ലോ, അതൊക്കെ അവിടെ ഒരു സ്ഥലത്തുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റേ സൈഡിൽ ഈ ക്രോക്കഡൈലിൻ്റെ ഒരു വളർച്ച, ആ മുട്ടയ്ക്കകത്ത് എങ്ങനെ ഇരിക്കും അതിൻ്റെ പ്രോസസ്സ് കാണിക്കുന്നത്, ഒരു സ്റ്റേജ് കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അടുത്ത് പുറത്തിറങ്ങിയിട്ട് വീണ്ടും കുറേ മീനുകളുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് എങ്ങനെയെന്നാൽ ചെറിയൊരു കണ്ണാടി സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു ഇരുട്ട് റൂമാണ്. അവിടെ ഇങ്ങനെ നേരെ പോയി അവിടെ ഒരു സ്ക്വിഡിൻ്റെ ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട് സീലിങ്ങിൽ. അതൊക്കെ നോക്കിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് മുകളിൽ പോകണം. അതൊരു പടി കയറണം. അങ്ങനെ അത് പടിയൊക്കെ കയറിയിട്ട് അവിടെ നോക്കിയ ഒരു വലിയ സ്പൈഡറിൻ്റെ ഒരു പ്രതിമ. സ്പൈഡറിൻ്റെ പരിപാടി കഴിഞ്ഞ് മേളിൽ പോയി അവിടെ ചെറിയ ഷോപ്പ് പോലെ ഉണ്ട്. പിന്നെ കുറേ ഈ സൊവനിയർ പോലെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട വെൻഡിങ് മെഷീൻ, സൊവനിയർ വെൻഡിങ് മെഷീൻ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് റെപ്റ്റൈലിൻ്റെ ഏരിയ ആണ്. അവിടെ പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഇരുട്ട് ഏരിയ ആണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലമാണ്. അവിടെ ചെറിയ പാസേജ് പോലെയാണ്. അവിടെ ഈ നടന്നൊക്കെ പോകേണ്ട ഈ ചെറിയ ഒരാൾ പോകുന്ന ബ്രിഡ്ജ് പോലെ, കയറിൽ കെട്ടിയ ബ്രിഡ്ജ്. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു നടന്നപ്പോൾ. എൻ്റെ മുകളിൽ മൊത്തം ഇലകളായിട്ടും ഒരു കാട്ടിൽ പോയ ഒരു ഫീല്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് ഒരു ഭീകര സാധനത്തെ കണ്ടത്. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. അവിടെ നോക്കിയപ്പം 2 ക്രോക്കഡൈൽ, അതായത് ഏറ്റവും വലിയ ക്രോക്കഡൈൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ കൂടെ നിന്ന് അതിൻ്റെ സൈഡ് വ്യൂവും കൂടെ കാണാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ അടുത്ത് കുറേ ജെല്ലി ഫിഷിൻ്റെ സ്ഥലം. അവിടെ എങ്ങനെയാണെന്ന് അടുത്ത സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കളർ മാറ്റപ്പോഴേക്കും അവിടുത്തെ ജെല്ലി ഫിഷിൻ്റെ അക്വേറിയത്തിൻ്റെ കളറ് മാറും. പിന്നെ ഇതൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. പുറത്തിറങ്ങി നമ്മൾ താഴെ പോകണം. താഴെ പോയിട്ട് മറ്റേ ആദ്യം പറഞ്ഞ ആ ഒരു ടണൽ, ദുബായ് മാളിൽ തിരിക്കുന്ന ടണൽ, അവിടെയും നമുക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് പയ്യെ പുറത്തിറങ്ങി താഴെ പോയി. പുറത്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഈ മീനൊക്കെ ഒരു പാത്ത് വേയിലൂടെ ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷാർക്കുണ്ട്. ഷാർക്കിനെ കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാസേജിൻ്റെ അകത്തൂടെ പോയി. നല്ല രസമുണ്ട്. അതായത് ഒരു ടണലാണ്. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കപ്പോഴേക്കും നമുക്ക് ഓരോ മീനുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ട് പയ്യെ കുറേ നേരം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു സാധനം പറയണമെന്ന് ഞാൻ അന്നേ വിചാരിച്ച, പക്ഷേ ഇതുവരെ നടന്നില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഓക്കെ, എന്നാൽ വേറെ വീഡിയോയിൽ പിന്നെ ഒരിക്കൽ കാണാം. അപ്പോൾ ഓക്കെ.